നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ ഫോണിൽ സംസാരിക്കുന്നത്. അതിന്റെ ഒരു ചമ്മല്. തനിക്കും ചമ്മലൊക്കെ ഉണ്ടാവോ? അന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോ ഈ ചമ്മലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അബേട്ടാ കളിയാക്കരുത് കേട്ടോ. തല കുലിക്കാ പോരാ, കാര്യങ്ങളൊക്കെ ഫലവത്താക്കണം. നീ ആ വഴിക്ക് ചിന്തിക്കാൻ നോക്ക്. ദേവികയെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഡോക്ടർ, ഋഷിക്കും ഗോപിയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റം? ഗോപിക കണ്ണു തുറന്നിട്ടുണ്ട്. ഋഷിയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും പ്രകടമായിട്ടില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്? ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഋഷിക്ക് ബോധം വന്നിട്ടില്ല എന്ന് പറയുമ്പോ? ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, നിങ്ങളിപ്പോ എവിടെ എത്തി? ഞങ്ങളിപ്പോ എത്തതേ ഉള്ളൂ. നിങ്ങൾ ഇവിടേക്കാണെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് പോരായിരുന്നല്ലോ. സാരമില്ല, ഏതായാലും ഞങ്ങൾ ഇവിടെ എത്തിയല്ലോ. ഡോക്ടർ, ഋഷിക്ക് ബോധം തെളിഞ്ഞോ? സോറി, ഋഷിയുടെ നില അതുപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. ശരാ, എന്റെ മോന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലേ? ഞങ്ങളാൽ സാധിക്കുന്ന ട്രീറ്റ്മെന്റ് മുഴുവൻ ഞങ്ങൾ ഋഷിക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. ഋഷിയെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതുണ്ടോ? ഏത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ചികിത്സ തന്നെയായിരിക്കും അവിടെ ആ ഡോക്ടേഴ്സും കൊടുക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങളും കൊടുക്കുന്നത്. നമുക്ക് ഋഷിയെ മേഘമലയിലെ സ്വാമിയച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ? ഇതിലും സീരിയസ് ആയ അവസ്ഥയിൽ നിന്നും സ്വാമിയച്ഛൻ ധാരാളം പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പലതിനും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അതിരിക്കട്ടെ, സ്വാമി അച്ഛൻ ആരാണ്? മേഘമലയിലെ ഒരു പാരമ്പര്യ വൈദ്യനാ. പാരമ്പര്യ വൈദ്യമൊക്കെ പരീക്ഷിക്കണോ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസ, വെറുതെ ഉള്ള വിശ്വാസമല്ല. അദ്ദേഹത്തിന്റെ ചികിത്സാ ഗുണം ഞങ്ങൾ മനസ്സിലാക്കിയതാ. ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുണ്ട്. അതായത് ഞങ്ങളുടെ മകൻ. അല്ല, എല്ലാത്തിനും പരിഹാരം കാണാൻ ശേഷിയുള്ള ആളാണല്ലോ ദേവിക. ദേവിക വിചാരിച്ചാൽ എന്തിനും പരിഹാരം കാണാം. എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം എടുക്ക്. ആ ജാനകി, നീ ഇങ്ങോട്ട് വന്നേ. ഗോപികയോടും ഋഷിയോടും വാശിയും പകയും തീർക്കാൻ വേണ്ടി വിധി വീണ്ടും ഒരു അവസരം കൊണ്ട് വന്നിരിക്കോ. ഇതൊരിക്കലും പാഴാക്കാൻ പാടില്ല. എന്റെ കഴിവുകേട് കൊണ്ടായി എനിക്ക് ഋഷിയെ നഷ്ടപ്പെട്ടതെന്ന അമ്മയുടെ പരാതി.
പക്ഷെ ഇത്തവണ അത്തരം ഒരു അബദ്ധവും അഞ്ജിതയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അതെന്റെ തീരുമാനമാ. ഏത് വിധേനയും അഭിഷേകിനെ എനിക്ക് കയ്യിലെടുക്കണം. കയ്യിലെടുത്തേ തീരൂ. ഹലോ. ഹലോ, ഇത് അഭിഷേകല്ലേ? അതെ. ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല. ഈ ശബ്ദം എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഇല്ല, ഓർമ്മ കിട്ടുന്നില്ല. ശരിക്കൊന്ന് ഓർത്തു നോക്കിയേ. സോറി, മനസ്സിലാവുന്നില്ല. ആരാന്നൊന്ന് പറയൂ. ഇത് ഞാനാ, അഞ്ജിത. ആ, അഞ്ജിതയായിരുന്നോ? പറയടോ. ഒന്നുമില്ല. പിന്നെന്തിനാ വിളിച്ചേ? അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വിളിക്കണോന്ന് തോന്നി. അബേട്ടന് അത് ബുദ്ധിമുട്ടായോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? താൻ പറയേ. എന്താ ഇപ്പൊ പറയാ? ഹലോ. ഹലോ. ഞാൻ കരുതി ഇയാൾ വച്ചിട്ട് പോയെന്ന്. ഇല്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നിട്ടാണോ മിണ്ടാതിരിക്കുന്നേ? അല്ല, എന്ത് പറയണോന്ന് ചിന്തിക്കുമായിരുന്നു. ചിന്തിച്ചിട്ട് എന്തായി? എന്തെങ്കിലും വിഷയം കിട്ടിയോ? നമ്മള് തമ്മിൽ ആദ്യമായിട്ടല്ലേ ഫോണില് സംസാരിക്കുന്നത്. അതിന്റെ ഒരു ചമ്മല്. തനിക്കും ചമ്മലൊക്കെ ഉണ്ടാവോ? അന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോ ഈ ചമ്മലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അബേട്ടാ, കളിയാക്കരുത് കേട്ടോ. ശരി ശരി, കളിയാക്കുന്നില്ല. താൻ പറയ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അഭിയേട്ടന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ ചോദിച്ചാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. പിന്നെ 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 എന്റെ സഹോദരങ്ങളെ എനിക്ക് ഏറെ ഇഷ്ടം. അവരെ എനിക്ക് ഏറ്റവും പ്രധാനം. ഓ, അത് ശരി. അല്ല, എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? തന്നെ കുറിച്ചെല്ലാം എനിക്ക് മനസ്സിലായി. ഈശ്വര, എന്നെ കുറിച്ച് എന്താ അഭിഷേകം മനസ്സിലാക്കിയത്? ഹലോ, താനോടുണ്ടോ? ഉണ്ട്. അല്ല, എന്നെ കുറിച്ച് എന്താ ബേട്ട മനസ്സിലാക്കിയേ? അതോ, അത് താനും എന്നെ പോലെ തന്നെ കുടുംബത്തെയും സഹോദരങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.